ചാനൽ മോം ആൻഡ് മിലി. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓർഗാനിക് ഫാമാണ്. ബാക്കിൽ നിങ്ങൾക്ക് കാണാം, ഒരു കുറച്ച് ഏരിയ ഉണ്ട്. ഇത് കുറച്ച് വലിയ ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മുഴുവൻ ഫുൾ തക്കാളിയാണ്. ചെറുതും വലുതായിട്ടുള്ള വലിയ കുറേ തക്കാളികളാണ്. റേറ്റ് ഇവിടെ ഹണി ബീസാണ്. ഒരു ബോക്സിനകത്ത് ഹണി ബീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേൾക്കുന്നത് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ. പിന്നെ ഇതാ ഈ രണ്ട് സൈഡിലായിട്ട് തക്കാളിയാണ്. വലുതുണ്ട് ചെറുതുണ്ട്. ഇടയിൽ ചെറിയ ടൊമാറ്റോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുമല്ലോ, അതാണ്. അത് വളരെ കുറച്ചേ ഉള്ളൂ. വലിയ ടൈപ്പ് തക്കാളികളാണ് കൂടുതലുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറെയും പല വെജിറ്റബിൾസ് ഉണ്ട്. ഇതാണ് ചെറി ടൊമാറ്റോ. ചെറിയ ടൈപ്പ് ഉണ്ടല്ലോ, അത് വളരെ കുറച്ചേ ഉള്ളൂ. ഇടയിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. വലിയ ടൈപ്പ് തക്കാളി തന്നെയാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ഏരിയ ഒന്നുമില്ല. ഒരു അത്യാവശ്യം വെജിറ്റബിൾസ് കിട്ടുന്ന ഒരു ചെറിയ ഏരിയ ആണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറച്ച് ആനിമൽസ് ഉണ്ട്. നമ്മുടെ ചിക്കൻ ഹൗസാണ്. ഇപ്പം ഇതിനകത്ത് കുറച്ച് കോഴികളെ കാണാനേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ താറാവ്. അതുപോലെ തന്നെ ഗോട്ടുണ്ട്. അറ്റത്തൊരു ബേബി ഗോട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ടും ഒരു ചെറിയൊരു ബേബി ഗോട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ അകത്ത് കയറി കാണാം, പക്ഷെ നമ്മൾ കയറിയില്ല അകത്തേക്ക്. പിന്നെ ഇത് ക്യാപ്സിക്കം, മിൻറ്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സാണ്. ഇത് നമ്മുടെ തക്കാളിയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഷെഡ് പോലെ ചെയ്തിട്ടാണ് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അറിയാലോ, അനാറാണ്. ഒക്കെ ചെറിയതാണ്, ഒന്നും ആയിട്ടില്ല. ഒക്കെ ചെറിയ സൈസ് അനാറായിട്ടുള്ളൂ. കോളിഫ്ലവറും ക്യാബേജും അങ്ങനെ എല്ലാ ടൈപ്പ് വെജിറ്റബിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രൊക്കോളി, ഒരു സൈഡിലായിട്ട് ബ്രൊക്കോളി ഉണ്ട്. ബ്രൊക്കോളി നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. ഓർഗാനിക് ഫാമാണ്. നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണുള്ളത്. അപ്പോൾ കുറച്ച് അങ്ങ് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാണുന്നതും ഫുള്ളായിട്ടുള്ള ഈ ഒരു സൈഡ് ഫുള്ള് ക്യാരറ്റാണ്. നമ്മുടെ ക്യാരറ്റാണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെന്ന് അവിടെ ഒന്ന് രണ്ട് അവിടുത്തെ സ്റ്റാഫ് ഉണ്ട്. അവരോട് ചെന്ന് പറഞ്ഞാൽ മതി നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസാണ് വേണ്ടേ, അതുപോലെ എത്രയൊക്കെ വേണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെ അതങ്ങ് പറിച്ചെടുത്ത് അതിൻ്റെ വെയിറ്റ് നോക്കി അതിൻ്റെ എമൗണ്ട് പറയും. അപ്പോൾ നമുക്ക് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫ് 2-3 പേരുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞാൽ മതി. ഇതിപ്പോൾ ഞങ്ങളൊരു മോർണിംഗ് ടൈമിലാണ് പോയത്, അതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബൈ, താങ്ക് യു.